ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാത്രിയിൽ അച്ചുവും രുക്കുവും കൂടി അമ്പാട്ട് വീട്ടിലേക്ക് താമസിക്കാനായി എത്തുകയാണ്. ചിന്നു അപ്പം തന്നെ അവരെ പോയി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ചിന്നു അവരുടെ ബാഗൊക്കെ എടുത്ത് അകത്തേക്ക് വരുമ്പോഴാണ് മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത്. അച്ചുവിനെ കാണുന്നതും മഞ്ജുവിനാകെ പേടിയാവുന്നുണ്ട്. ഇവരിങ്ങോട്ടേക്ക് താമസിക്കാൻ വന്നോ, രുക്കു അങ്ങനെ ഒരു തീരുമാനമെടുത്തോ എന്നെല്ലാം ചിന്തിച്ച് ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുകയാണ്. അച്ചുവും ചിന്നുവും നേരെ അകത്തേക്ക് പോവുകയാണ്. രുക്കു പോവാൻ നിൽക്കുമ്പോൾ മഞ്ജു രുക്കുവിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, രുക്കു നീ ഇങ്ങോട്ടേക്ക് വന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മുകുന്ദൻ താമസിക്കുന്ന വീട്ടിൽ നീ എങ്ങനെ നിൽക്കും? ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? നീ പറഞ്ഞതാണോ മുകുന്ദൻ പറഞ്ഞതാണോ ശരിയെന്ന് ഇവിടെ ആർക്കും അറിയത്തില്ല എന്നങ്ങനെ മഞ്ജു ചോദിക്കുമ്പോൾ രുക്കു മഞ്ജുവിനോട് പറയുന്നുണ്ട്, ചേച്ചി നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് രുക്കു അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. മഞ്ജുവും കൂടെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അച്ചുവും രുക്കുവും വന്നതിൽ അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവര് വന്നതിനെ കുറിച്ച് അർച്ചന അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നൊപ്പം പറയുന്നുണ്ട്, അന്നത്തെ പോലെ ഇനിയും വഴക്കുണ്ടാക്കി രണ്ടാളും ഇറങ്ങിപ്പോവരുതെന്ന് പറയുമ്പോൾ മുള്ളും മുനയും വെച്ചുകൊണ്ട് അച്ചു പറയുന്നുണ്ട്, പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ പിണക്കം ഇപ്പൊ മാറിയെന്ന് വിചാരിച്ചാൽ മതി, അതുകൊണ്ടാണ് തിരിച്ചു വന്നതെന്ന് അച്ചു അങ്ങനെ പറയാണ്. ഉമ്മയപ്പ പറയുന്നുണ്ട്, പഴയതൊന്നും മനസ്സിൽ വെക്കണ്ട, അപ്പൊ പിന്നെ നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ അപ്പോഴും അച്ചു പറയുന്നുണ്ട്, ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, പഴയ കണ്ണിൽ ഞങ്ങളെ ആരും ഇവിടെ കാണാൻ ശ്രമിക്കരുത് എന്ന് പറയാണ്. അച്ഛനപ്പ പറയുന്നുണ്ട്, പഴയതും പുതിയതുമായ ഒരു കാഴ്ചപ്പാടുകളും ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ചില്ല. വലിയ പോലീസ് ഓഫീസർ ആണെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോഴും അച്ചു നീ ഞങ്ങളുടെ പഴയ അച്ചുട്ടൻ തന്നെയാണ്. ഇനി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അത് ക്ഷമിക്കുകയും ചെയ്യും. നിന്നെ ഓർത്താണെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ രുക്കു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത പലതും ഇനി ഇവിടെ സംഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ്. കുന്നിനപ്പ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താണ് ചന്ദ്രകാന്തത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? പെട്ടെന്ന് ഇറങ്ങി വരാൻ എന്താണ് കാരണം? ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ലല്ലോ. ചന്ദ്രകാന്തത്തിലെ താമസം മടുത്തിട്ടാണോ അതോ അവിടെ നിന്ന് ഇറക്കി വിട്ടതാണോ എന്ന് മുകുന്ദൻ അങ്ങനെ ചോദിക്കുകയാണ്. അത് കേട്ട് അച്ചുവിന് ദേഷ്യം വന്ന് അച്ചു പറയുന്നുണ്ട്, എന്റെ കാരണം ഇവിടെ ആരും അന്വേഷിക്കണ്ട, വളയം കൊണ്ട് ഇവിടെ താമസിക്കാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് അച്ചു അങ്ങനെ പറയുകയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, ഒരു കാര്യം നീ പറഞ്ഞതിൽ തെറ്റി, അധികാരം മാത്രമല്ല അവകാശവും നിനക്കിവിടെയുണ്ട്, അതിലൊന്നും ഒരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് അന്ന് നീ ഇവളെ താലി കെട്ടിക്കൊണ്ടുവന്നപ്പോഴും നിലവിളക്ക് വെച്ച് ഞാൻ ഇവളെ സ്വീകരിച്ചത്. അതാണ് നിനക്കും ഇവൾക്കും അമ്പാട്ട് വീട്ടിലുള്ള അവകാശം. അതുകൊണ്ട് നിന്നെ ഇവിടെ ആരും ചോദ്യം ചെയ്യില്ല, നീ എന്തായാലും ഇവളെയും കൊണ്ട് അകത്തേക്ക് പോവെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ ഉള്ളിലേക്ക് പോവുകയാണ്. മുകുന്ദനും രമ്യയും അവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അച്ചു രുക്കുവിനോട് ഇതെല്ലാം എടുത്തോണ്ട് വാടിയെന്ന് പറയുന്നുണ്ട്. ചിന്നപ്പ പറയുന്നുണ്ട്, ആന്റി എടുക്കണ്ട, ഞാൻ എടുത്തിട്ട് വന്നോളാം എന്ന് പറഞ്ഞ് ചിന്നു അങ്ങനെ ബാഗ് എടുത്ത് അവരുടെ റൂമിലേക്ക് പോവുകയാണ്. രുക്കു പോവാൻ തുടങ്ങുമ്പോഴേക്കും മഞ്ജു അങ്ങനെ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, എങ്കിലും നാണം കേട്ട് നിനക്ക് എങ്ങനെ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി? വിജയേട്ടനും ചന്ദ്രേച്ചിയും നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചോ? നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഈ വീടിന്റെ പടി ചവിട്ടില്ലായിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എനിക്ക് അതിശയം തോന്നിയില്ല, പക്ഷേ നീ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇങ്ങോട്ടേക്ക് വരാൻ നിനക്ക് ഒരു നാണക്കേടും തോന്നിയില്ലേ എന്ന് മഞ്ജു അങ്ങനെ ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഞാൻ പരാജയപ്പെട്ട് തിരിച്ചു വന്നതല്ല, ഈ അവസ്ഥയിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് കരുതിക്കോ. ഉദ്ദേശം എന്താണെന്നൊക്കെ വഴിയെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് പറഞ്ഞ് മഞ്ജുവിനോടൊന്ന് ചിരിച്ചുകൊണ്ട് രുക്കു അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. മഞ്ജു ഇപ്പം മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, രുക്കുവിന്റെ ഈ വരവപ്പ വെറുതെയല്ല, അമ്പാട്ടിലേക്കുള്ള ഒരു പടയൊരുക്കത്തിന്റെ മുന്നറിയിപ്പാണെന്ന് മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് വിജയ് ശങ്കർ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അമ്പാട്ട് പോയപ്പോ രുക്കുവിന്റെ സ്വീകരണം എങ്ങനെയായിരിക്കും ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. അങ്ങോട്ടേക്ക് പോയപ്പോ രുക്കുവിന്റെ ഉദ്ദേശം അച്ഛനക്ക് പിടികിട്ടി കാണുമോ? എന്തായാലും അവിടുത്തെ സ്ഥിതി ഒന്നറിയാൻ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ അപ്പൊ തന്നെ ഫോൺ എടുത്ത് രുക്കുവിനെ വിളിക്കുകയാണ്. രുക്കു ആണെങ്കിൽ ആരും കാണാതെ പുറത്തുപോയി ഫോൺ എടുത്ത് വിജയ് ശങ്കറിനോട് സംസാരിക്കുന്നുണ്ട്. മോളെ രുക്കു, നീ അമ്പാട്ടിലേക്ക് പോയതിനു ശേഷം എനിക്കിവിടെ ഒരു സമാധാനവുമില്ല. അങ്ങോട്ടേക്ക് ചെന്നത് അവിടെ എല്ലാവർക്കും ഇഷ്ടായോ? അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, വന്നപ്പോൾ നല്ല സ്വീകരണമൊക്കെ തന്നെയായിരുന്നു, പിന്നെ എനിക്ക് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. ഇവിടുത്തെ പഴയ പ്രശ്നങ്ങളെല്ലാം എനിക്കാകെ നാണക്കേടായിരിക്കുകയാണ്, ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടേട്ടാ എന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ആ നാണക്കേടൊക്കെ പതിയെ മാറിക്കോളും, നീ അവിടെ നിന്നും മാറുന്ന കാര്യം ചിന്തിക്കേ വേണ്ട, ഇവിടെ തന്നെ താമസിക്കണം, അതാണ് നിന്റെ വീട്. അർച്ചനയ്ക്ക് നീ പോയതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നീ അർച്ചനയുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്ര വരികയാണ്. അപ്പൊ തന്നെ വിജയ് ശങ്കർ രുക്കുവിനോട് സംസാരം മാറ്റുന്നുണ്ട്. അപ്പൊ ശരി മോളെ, നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം, ഇവിടത്തെ പോലെ ആകരുത്, അവിടെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് വേണം ജീവിക്കാൻ. ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ വേഗം ഫോണ് കട്ട് ചെയ്യാണ്. എന്നിട്ട് അവിടെ നിന്ന് പോവാനായി നിൽക്കുമ്പോൾ ചന്ദ്ര വിജയ് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോ രുക്കുവിനല്ലേ വിളിച്ചത്, അവളെ എന്തിനാണ് വിളിച്ചത്? അർച്ചനയുടെ കാര്യമൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പോൾ ചന്ദ്രയുടെ മുന്നിൽ നിന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അർച്ചനയുടെ കാര്യമൊന്നും ഞാൻ സംസാരിച്ചില്ല, നിനക്ക്
എന്താ വല്ല സംശയരോഗമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇങ്ങനെ വീണ്ടും ചന്ദ്രയും വിജയശങ്കറും തമ്മിൽ അർച്ചനയുടെ പേരും പറഞ്ഞ് വഴക്കുണ്ടാവുകയാണ്. എൻ്റെ കൂടെ നിനക്ക് താമസിക്കാൻ പറ്റില്ലെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് വിജയശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെ അർച്ചനയെ പോലെ ഞാൻ ഇവിടെ നിന്നും പേടിച്ചിറങ്ങി പോവില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു ദിവസം ഇറങ്ങിപ്പോവും നോക്കിക്കോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകുന്നില്ല, അതുപോലെ തന്നെ ഞാനും എങ്ങോട്ടേക്കും പോവില്ല, എല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി, നിങ്ങൾ എന്തൊക്കെ നാടകം കളിച്ചാലും എനിക്കൊപ്പം നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചിരിക്കുമെന്ന് ചന്ദ്ര അങ്ങനെ വാശിയോടെ വിജയശങ്കറിനോട് പറയാണ്. പിറ്റേ ദിവസം രാവിലെ അച്ചു അങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന ചായയുമായി വരുന്നത്. ചായ അങ്ങനെ കൊടുത്ത് അർച്ചനയും അച്ചുവും അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇവരെന്താണ് സംസാരിക്കുന്നത് എന്നറിയാം മഞ്ജു അവരിൽ നിന്ന് മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. അർച്ചന അങ്ങനെ അച്ചുവിനോട് പറയുന്നുണ്ട്, രുക്കു എന്താ എഴുന്നേറ്റില്ലേ, റൂമിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള മടി കൊണ്ടിരിക്കുകയാണോ, 2 ദിവസം അതൊക്കെ ഉണ്ടാവും, പിന്നെ അഡ്ജസ്റ്റ് ആയിക്കോളും, നിനക്ക് ആ മുടിയുള്ളതായിരുന്നു നല്ലത്, ഇപ്പൊ മുടിയൊക്കെ പോയപ്പോ ഒരു ഗൗരവമൊക്കെ വന്നിട്ടുണ്ട് മുഖത്ത് എന്നെല്ലാം അർച്ചന അങ്ങനെ പറഞ്ഞ് അച്ചുവിന്റെ മുടിയിൽ അങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അച്ചു അപ്പൊ തന്നെ ചായ കുടിച്ചുകൊണ്ട് ഗ്ലാസ് അർച്ചനയെടുത്ത് കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ചേച്ചി ആ ജേക്കിയോട് വീടൊഴിയാൻ പറഞ്ഞിട്ട് എന്തായി, ഇന്ന് തന്നെ വീടൊഴിപ്പിക്കണം, ചേച്ചി ഇപ്പൊ തന്നെ പോണം, അയാൾ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുന്നേ ചേച്ചി പോയി താക്കോല് വാങ്ങണമെന്ന് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ഇപ്പൊ തന്നെ പോണോ അച്ചു എന്ന്. അച്ചു അപ്പോ നിർബന്ധം പിടിച്ച് പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ പോണം ചേച്ചി, ഇപ്പൊ തന്നെ പോയി താക്കോല് വാങ്ങണം, ഇനി അയാള് ഒഴിയാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ചേച്ചി എന്നെ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് അർച്ചനയോട് അങ്ങനെ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നുണ്ട്. മഞ്ജു എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, ചേച്ചി ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പോണോ, അയാൾ വീട് ഒഴിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അച്ചുപ്പ പറയുന്നുണ്ട്, ഇപ്പൊ പോയാൽ എന്താ ചേച്ചി, ഇപ്പൊ തന്നെ പോയിട്ട് വായോ എന്ന് പറയാണ്. അങ്ങനെ അർച്ചന ജേക്കയുടെ അടുത്ത് താക്കോല് വാങ്ങിച്ച് വീടൊഴിയാനായി പറയാനായി പോവുകയാണ്. മഞ്ജു അപ്പോൾ അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചു നീ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല, അയാൾ വീടൊഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട്, അതെന്താ എന്ന്. മഞ്ജു അപ്പോൾ ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതങ്ങനെയാണ്, നീ ഇപ്പൊ ഇവിടെ വന്നതല്ലേ ഉള്ളൂ, ഇനിയും കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്, പതിയെ എല്ലാം മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞ് മഞ്ജു അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. അർച്ചന അങ്ങനെ മേനോൻ സാറിന്റെ വീട്ടിലെത്തുന്നുണ്ട്. വാതിലൊക്കെ അടച്ചിട്ട് ഇരിക്കുകയാണ്. അർച്ചന അപ്പൊ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവിടെ ആരുമില്ലേ, അയാൾ വീടൊഴിഞ്ഞു പോയോ, ഇതെന്തു പണിയാണ് ചെയ്തത്, താക്കോല് തന്നിട്ട് വേണ്ടേ പോവാൻ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ വീട്ടിന്റെ കോളിംഗ് ബെല്ല് പോയി അടിക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും ആരെയും കാണുന്നില്ല. അങ്ങനെ അർച്ചന തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാനായി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പാപ്പച്ചനും ജേക്കിയും കാറിൽ വന്ന് ഇറങ്ങുന്നത്. അച്ഛനെ കണ്ടതും ജേക്കെ പോയി സംസാരിക്കുന്നുണ്ട്. അഖിൽ നല്ല ടെൻഷനിലാണല്ലോ, കറണ്ടും വെളിച്ചവും ഇല്ലാതെ ഞാനിവിടെ എങ്ങനെ താമസിച്ചു എന്ന് ചിന്തിക്കുകയാണോ, ഇതിന് ഞാനൊരു പരിഹാരം കണ്ടെത്തി, എന്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് ചെലവായി, പക്ഷേ വാടക ക്യാഷിൽ നിന്ന് അത് കുറച്ച് തന്നാൽ മതിയല്ലോ. അങ്ങനെ ജേക്കെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മതി നിർത്ത്, വീടിനകത്ത് നിങ്ങൾ ചെയ്ത മെയിൻ്റനൻസ് വർക്കൊക്കെ അവിടെ നിൽക്കട്ടെ, ശനിയാഴ്ചയാണെന്ന കാര്യം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ, ഇന്ന് ഈ വീട്ടിൽ നിന്ന് താമസം മാറി താക്കോൽ തിരികെ തരണമെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത്, എന്തായാലും നിങ്ങളുടെ ഫിലോസഫി കേട്ടിരിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല, നിങ്ങൾ വീടൊഴിഞ്ഞ് താക്കോൽ തിരികെ തരണം, ഞാനിപ്പോൾ വന്നതെന്ന് പറയുമ്പോൾ ജെ.കെ. പറയുന്നുണ്ട്, ഒരു വഴക്കിന് എനിക്കിപ്പോൾ താല്പര്യമില്ല, ഒരു ദൂരയാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ്, ഇതിനെക്കുറിച്ച് നമുക്ക് 2 ദിവസം കഴിഞ്ഞ് വിശദമായി സംസാരിക്കാം എന്നങ്ങനെ ജെ.കെ. അർച്ചനയോട് പറഞ്ഞ് പാപ്പച്ചനോട് പറയുന്നുണ്ട്. പാപ്പച്ച ആ സാധനങ്ങളെല്ലാം ഇറക്കി വെക്കിയെന്ന് പറയാണ്. അർച്ചന അപ്പോൾ ജെ.കെയോട് ചോദിക്കുന്നുണ്ട്, ഈ വീട് ഒഴിയാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ കൂടുതൽ വീട്ടു സാധനങ്ങളായിട്ട് വന്നിരിക്കുകയാണോ, ഒന്നും ഇവിടെ പറ്റില്ല എന്ന് പറയുമ്പോൾ ജെ.കെ. പറയുന്നുണ്ട്, പറ്റില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്, വാടകയ്ക്ക് എടുത്ത വീടല്ലേ ഇത്, വീട്ടു സാധനങ്ങൾ മാത്രമല്ല ഒരു പുതിയ അംഗത്തെ കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ജെ.കെ. അങ്ങനെ പോയി തന്റെ അമ്മയെ കാറിൽ നിന്നും ഇറക്കി കൊണ്ടുവരികയാണ്. എന്നിട്ട് തന്റെ അമ്മയെ അർച്ചനയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് പുതിയ അംഗം, എന്റെ അമ്മയാണെന്ന് പറയാണ്. അങ്ങനെ സുമിത്രാമ്മയും അർച്ചനയും തമ്മിൽ പരസ്പരം കുറെ നേരം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അർച്ചന എന്നിട്ട് സുമിത്രാമ്മയോട് ചോദിക്കുന്നുണ്ട്, സുമിത്ര ടീച്ചർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുമിത്രാമ്മയും വേഗം പറയുന്നുണ്ട്, അതെ. അർച്ചനയല്ലേ എന്ന് ചോദിക്കുകയാണ്. രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാവുന്നതോടെ ആകെ സന്തോഷാവുന്നുണ്ട്. എല്ലാം കണ്ട് ആകെ ഞെട്ടലോട് അങ്ങനെ നിൽക്കുകയാണ് ജെ.കെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പരസ്പരം അറിയുമെന്ന് ചോദിക്കുമ്പോൾ ജെ.കെയുടെ അമ്മ പറയുന്നുണ്ട്, എടാ ഞാൻ കുറെ കാലം ഇവിടെ ജോലി ചെയ്തിരുന്നതല്ലേ, പഠിപ്പിച്ച കുട്ടിയാണ് ഇവള്, ഇന്ന് കണ്ട അതേ മുഖം തന്നെയാണ് ഇവൾക്ക് ഇപ്പോഴും, ഒക്കെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും എന്റെ പഴയ ശിഷ്യയെ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, പഠിപ്പിച്ചവരിൽ ഒരാളെയെങ്കിലും കണ്ടുമുട്ടിയല്ലോ, ഭാഗ്യമെന്ന് സുമിത്രാമ്മ അങ്ങനെ പറയാണ്. സുമിത്രയെ കണ്ടുമുട്ടിയതിൽ അർച്ചനയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. സുമിത്ര അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അർച്ചനെ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പോ ജെ.കെയെ നോക്കി ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.